ഐറിൻ ഫാഷൻ കോർണറിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പാൻറ്റ് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം, കട്ട് ചെയ്തെടുക്കാം എന്ന് നോക്കാനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കിയാലോ. ഞാൻ 2 ഫോൾഡ് ആക്കിയിട്ടാണ് മെറ്റീരിയൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ 4 പീസാണ് കേട്ടോ നമുക്ക് അവിടെ ഉള്ളത്. ഈ 4 പീസിന് എങ്ങനെയാണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാമെന്നാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 38ആണ് ഞാനവിടെ വേസ്റ്റ് എടുത്തിരിക്കുന്നത്. വേസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള വേസ്റ്റ് ബോഡിയിൽ നിന്ന് എടുക്കുന്ന വേസ്റ്റ് മെഷർമെൻറ്റാണ് 38. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 9.5 ആണ്. അതിൻ്റെ കൂടെ ഒരു 4.5 ഇഞ്ചും കൂടി ലൂസായിട്ട് നമ്മൾ അവിടെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് ഒരു 14 ഇഞ്ചാണ്. അപ്പോൾ ആ 14 ഇഞ്ചാണ് ഞാനവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആ പേപ്പറിലൊന്ന് കാണിച്ചു തരാണേ എങ്ങനെയാണ് മെഷർമെൻറ്റ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഡൗട്ടുള്ളവർ ഒന്നൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് നോക്കിയേക്കണേ. ഓക്കെ, അപ്പോൾ നമ്മളവിടെ വേസ്റ്റിൻ്റെ അവിടെ എടുക്കാനുള്ള 14 ഇഞ്ചാണ് അവിടെ ഇപ്പോൾ എടുത്ത് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി സീം അലവൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയാലോ ഇത്രയും പറഞ്ഞത്. അപ്പോൾ 1/2 ഇഞ്ച് സീം അലവൻസും കൂടി 14.5 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മേലെ നിന്നൊരു 1/2 ഇഞ്ച് സീം അലവൻസ് അവിടെ തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് നമ്മളവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ 1/2 ഇഞ്ച് കഴിച്ചിട്ടാണ് ഇനി താഴേക്കുള്ള ലെങ്ത്ത് നമുക്ക് എടുക്കേണ്ടത്. താഴേക്ക് ഞാനൊരു 39 ഇഞ്ചാണ് ലെങ്ത്തായിട്ട് എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ ടേപ്പിൽ ഞാൻ വെച്ച് കാണിച്ച് തരുമ്പോൾ അത് ക്ലിയർ ആവും. 39 ഇഞ്ചാണ് ലെങ്ത്തായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽ അത്രയ്ക്കേ ഉള്ളൂ, എനിക്ക് പാൻറ്റിൻ്റെ ലെങ്ത്ത് അത്രയാണ് ആവശ്യമുള്ളതും. അപ്പോൾ അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് ബോട്ടം വിഡ്ത്ത് എത്ര വേണമെന്ന് നോക്കിയിട്ട് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ 6.25 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 6.25 ഇഞ്ചൊന്ന് അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 1.25 ഇഞ്ച് ഞാനവിടെ സീം അലവൻസും കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ടേപ്പ് വെച്ചേക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ താഴത്തെ 1/2 ഇഞ്ച് സീം അലവൻസ്, അതുപോലെ 6.25 ഇഞ്ച് വിഡ്ത്ത്, അതേപോലെ അതിൻ്റെ തൊട്ടപ്പുറത്ത് 1.25 ഇഞ്ച് അതിൻ്റെ സീം അലവൻസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോച്ചിലേക്കുള്ള ലെങ്ത്തും അവിടുത്തെ വിഡ്ത്തുമാണ് അറിയേണ്ടത്. നമ്മളിപ്പോൾ വേസ്റ്റ് വിഡ്ത്ത് എത്രയാണ് എടുത്തത്? സീം അലവൻസ് അടക്കം 14.5 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ സെയിം തന്നെയാണ് നമ്മൾ ക്രോച്ചിലേക്കുള്ള ലെങ്ത്തായിട്ടും കൊടുക്കുന്നത്. അതായത് 14.5 ഇഞ്ചാണ് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ക്രോച്ച് എന്ന് പറഞ്ഞത് നമുക്ക് കവ വരുമല്ലോ, പാൻറ്റിൻ്റെ 4 സ്റ്റിച്ചും കൂടി വരുന്ന ആ ഒരു പോർഷൻ, അതാണ് ക്രോച്ച് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ 14.5 ഇഞ്ച് ലെങ്ത്ത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു 1.5 ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കണം. എന്തിന്? അവിടെ നമുക്ക് വിഡ്ത്ത് കൂടുതലായിരിക്കുമല്ലോ ആ ഒരു ക്രോച്ച് പോയിന്റിൽ. അപ്പോൾ ഒരു 1.5 ഇഞ്ച്, അല്ലെങ്കിൽ നമുക്ക് ലൂസ് എത്രയാണോ ആവശ്യം കൂടുതലായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ശേഷം അവിടെ സീം അലവൻസ് ഒരു 1.25 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ടേപ്പ് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ 1.5 ഇഞ്ചാണ് അവിടെ ഞാൻ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയാണ് അവിടെ? ഒരു 16 ഇഞ്ചായില്ലേ. നമ്മൾ നേരത്തെ 14.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മൾ 1.5 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 16 ഇഞ്ചായി. ആ 16 ഇഞ്ചിൻ്റെ കൂടെയാണ് 1.25 ഇഞ്ച് സീം അലവൻസ് ആ സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വരച്ച പോയിന്റിൽ നിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. താഴേക്ക് നമ്മൾ ഓൾറെഡി അവിടുത്തെ വിഡ്ത്തും സീം അലവൻസും മാർക്ക് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അവിടേക്ക് നമുക്ക് ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിൻ്റെ പകുതി കണ്ട് നമുക്കൊന്ന് ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് വലിച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങനെ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്തേക്കുന്നത് ഇതിൽ കാണിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് ലൂസ് ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വരച്ച ആ ഒരു ലൈനിൽ കൂടി നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വളരെ ക്ലിയറായി ശ്രദ്ധിച്ച് നമ്മൾ ആ ക്രോച്ച് പോയിൻ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അവിടെ തെറ്റ് വരരുത്. നമ്മൾ കറക്റ്റായിട്ട് വരച്ചു കൊടുത്താൽ ആ കർവ് ലൈനിൽ കൂടെ തന്നെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടല്ല ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത്. 2 പീസും ഒരേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്, അത് പറഞ്ഞു തരാം കേട്ടോ.
ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന പീസ് ഉണ്ടല്ലോ, കാലിൻ്റെ ബാൻഡ് കൊടുക്കണമല്ലോ, ഏറ്റവും താഴത്തെ പോർഷൻ ഒരു ബാൻഡ് കൊടുക്കണം. അപ്പോൾ അതിന് എങ്ങനെയാണ് മെറ്റീരിയൽ എടുക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന പീസ് ഞാൻ ഫോൾഡ് ചെയ്താണ് പിടിച്ചിരിക്കുന്നത്. ആ ഫോൾഡ് ചെയ്തേക്കുന്ന പീസിനെ ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് നമ്മളതിൻ്റെ വിഡ്ത്തും കൂടി എടുക്കുകയാണ്. ഓക്കെ, രണ്ട് കാലിനുള്ള ബാൻഡ് പീസ് ഒന്നിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി അതിനെ ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് വിട്ട് നമുക്ക് ഈ പീസിന് എടുക്കാം. ഓക്കെ, അപ്പോൾ 2 കാലിനുള്ള ബാൻഡും അതിലുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഓപ്പൺ ചെയ്തു. ഇനി ആ 2 കാലിന് ആവശ്യമായ ബാൻഡിനെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യണേ. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് നമ്മൾ ഓരോ പീസിനെയും ഫോൾഡ് ചെയ്ത് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയാലോ ഇത്രയും പറഞ്ഞത്? ഇനി ഈ പീസിനെ നമുക്ക് കാലിൻ്റെ താഴെ പോർഷനിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു ബാൻഡും കൂടി നമുക്ക് കട്ട് ചെയ്യാണ്ട്, ഏതാണ് മേലേക്ക് വെക്കാനുള്ള ബാൻഡ്. ഓക്കെ, മേലേക്ക് വെക്കാനായിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ വിഡ്ത്ത് എത്രയാണോ എടുത്തേക്കുന്നത് അത് കണക്കാക്കി കുറച്ചും കൂടി കൂടുതൽ ഇട്ട്, ഒരു 2 ഇഞ്ചും കൂടി കൂടുതൽ ഇട്ടിട്ട് നമ്മൾ ബാൻഡ് പീസ് കട്ട് ചെയ്തെടുക്കണം. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും കണക്കാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഒറ്റ പീസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെ കണക്കാക്കി പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു 2 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാനിപ്പോൾ ആ ബാൻഡ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 പീസ് ജോയിൻ ചെയ്തിട്ടാണ് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ കാണുന്ന 1/2 ഇഞ്ച് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ആ പീസ് അവിടെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ 2 ഇഞ്ചിൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ 1/2 ഇഞ്ച് അവിടെ സ്റ്റിച്ച് ചെയ്ത് പോവും, ബാക്കി 1.5 ഇഞ്ച് ഉണ്ടാവുള്ളൂ. ആ 1.5 ഇഞ്ചിൽ നമ്മൾ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ലൂസിന് നമുക്ക് കിട്ടുക സംഭവം. ഓക്കെ, അപ്പോൾ 2 ഇഞ്ചാണ് ഞാൻ ബാൻഡിന് എടുത്തിരിക്കുന്നത്. ടേപ്പിൽ കാണിച്ചു തന്നപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ അതാണ് നമുക്ക് ബാൻഡിനുള്ള പീസ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം കാലിൻ്റെ പോർഷന് വെക്കാൻ പീസ് എടുത്തിരുന്നല്ലോ, ബാൻഡ് പീസ് എടുത്തിരുന്നല്ലോ, ആ പീസിനൊന്ന് അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. 1/2 ഇഞ്ച് സീം അലവൻസിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്നും അവിടെ വെച്ച് നല്ല പുറത്താണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് പൊട്ട പുറത്തേക്ക് അതിനെ മറയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുകയാണ്. 1/4 ഇഞ്ചിലാണ് ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 1/4 ഇഞ്ചിലും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്താണ്, 1/2 ഇഞ്ചാണ് നമ്മളവിടെ സീം അലവൻസ് കൊടുത്തിരിക്കുന്നത്. ഇനി ഒറ്റ സ്ട്രെച്ചറിൽ നിങ്ങൾക്ക് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ 2 സ്റ്റിച്ചായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തെടുത്ത പീസിനെ ഒന്ന് നല്ലപുറം കാണിച്ച് ആ ബാൻഡിൻ്റെ പീസിൻ്റെ മേലെ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി അതിനെ ഒന്ന് മറിച്ചിട്ട് നമ്മൾ ആ തുമ്പിലോട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ വെച്ച് കൊടുത്ത പീസ് അവിടെ ഒന്ന് ഉറച്ചു എന്ന് ഉറപ്പ് വരുത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ തുമ്പിലൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ശേഷം അവിടെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അവിടെയും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ആക്കി എടുക്കുക ഈ ഒരു സൈഡ്. അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങിയപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല, നല്ല ക്ലിയർ ആയിട്ട് ആ ഒരു പോർഷൻ കിട്ടും. ഇതായി ഇപ്പുറത്ത് അതുപോലെ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത്രയും കാണിച്ചു തന്നത് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ആ ബാൻഡിനൊരു ഡിസൈൻ കൊടുക്കുകയാണ്. ഡിസൈൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. 3 ഇഞ്ചിൽ ഓരോ മാർക്കിങ് ഒരേ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ സെൻറ്റർ കണ്ടു 1.5 ഇഞ്ചിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഓരോ മാർക്കിങ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് ആ മാർക്കിങ് കാണുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് ആ ലൈനിൽ ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സിക്സാഗായിട്ട് കിട്ടും ആ ഒരു ലൈൻ. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരാകുമ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് കാണുമ്പോഴത്തേനും അതിൻ്റെ ഭംഗി കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പീസ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ആ സൈഡിലുള്ള ചെറിയ ചെറിയ തുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ, മറക്കല്ലേ.
ശേഷം നമ്മൾ മേലത്തെ പോർഷനിലേക്കാണ് പോകുന്നത്. നമുക്ക് ക്രോച്ച് പോയിൻ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണ്ടേ? വേസ്റ്റിൻ്റെ അവിടെ നിന്ന്, അതായത് ആ പാൻറ്റിൻ്റെ ടോപ്പിലെ ലെവലിൽ നിന്ന് ആ ക്രോച്ചിലേക്കുള്ള ആ കർവ് അടക്കം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഈ പറയുന്ന രീതിയിൽ 4 ഇഞ്ചിൽ ഓരോ സ്റ്റിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ അപ്പുറം നമ്മൾ അത് കഴിഞ്ഞ് ഒരു 4 ഇഞ്ചിലും കൂടി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ കാണിക്കുന്ന രീതിയിലൊന്നും നിങ്ങൾ മെറ്റീരിയൽ വെച്ചെടുക്കണം കേട്ടോ. നല്ല പുറം കൂട്ടി വയ്ക്കുക, പൊട്ടപ്പുറം പുറത്തേക്ക് കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഞാൻ ഈ പീസിൽ ലൈനിങ് വെച്ചിട്ടാണ് അടിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല, ഇത് വർക്ക് അങ്ങനെ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നുള്ളൂ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്കും അത് ഉപകാരപ്പെടുമല്ലോ, നല്ല പുറവും പൊട്ടപ്പുറവും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ചും കൂടി അങ്ങനെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2 സൈഡ്, അതായത് ബാക്കിലെ പീസും ഫ്രണ്ടിലെ പീസും ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ്. അതായത് 2 കാലിൻ്റെ പീസിനെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് ബാക്കിലെ ക്രോച്ചും ഫ്രണ്ടിലെ ക്രോച്ചും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഞാനിപ്പോൾ ഈ വെച്ചിരിക്കുന്ന രീതി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതെങ്ങനെയാണ് ഞാൻ പീസിനെ വെച്ചിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ബാക്കും ഫ്രണ്ടും ക്രോച്ച് ഇങ്ങനെ 1/2 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ബാൻഡ് വെച്ചിരിക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, ആ തുമ്പത്ത് നിന്ന് ഒരൊറ്റ സ്റ്റിച്ച് 4 ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് തുടങ്ങിയിട്ട് ആ സ്റ്റിച്ച് അടുത്ത കാലിൻ്റെ അങ്ങേ അറ്റത്ത് പോയിട്ട് നിർത്തുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ക്രോച്ച് പോയിൻ്റ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ആ ക്രോച്ച് പോയിൻറ്റിലൂടെ നമ്മൾ താഴേക്ക് പോരാണ്. ആ സ്റ്റിച്ച് നേരെ പോരുമ്പോൾ നമുക്ക് അടുത്ത കാലിൻ്റെ തുമ്പ് വരെ എത്തും. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അത്. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 4 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്തത്. കറക്റ്റ് മെഷർമെൻറ്റ് അനുസരിച്ച് നമ്മൾ അവിടെ 1.25 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 1.25 ഇഞ്ചൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ 1.25 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഇടുമ്പോൾ ഫിറ്റിംഗ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നു. ക്രോച്ച് പോയിൻറ്റിലെത്തുമ്പോൾ നമ്മൾ ആ 1.25 കൊടുക്കുന്നില്ല, കുറച്ച് ഒരു 1/2 ഇഞ്ചിലാണ് ക്രോച്ച് പോയിൻറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് അടുത്ത കാലിൻ്റെ ആ തുമ്പിലേക്ക് വരുമ്പോൾ കറക്റ്റ് ആ 1.25 ഇഞ്ചിൽ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ബാൻഡ്, അതായത് വേസ്റ്റ് പോർഷനിൽ ബാൻഡ് എങ്ങനെയാണ് വെക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെറിയൊരു ടിപ്സ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, അത് പറഞ്ഞുതരാം. ഫ്രണ്ടും ബാക്കും നമുക്ക് അറിയാനായിട്ട് ചെറിയൊരു തിരിവ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ കാണിക്കുന്ന രീതിയിലൊന്ന് വേസ്റ്റ് പോർഷൻ നമ്മൾ പിടിക്കുക. നമ്മൾ ആദ്യം ക്രോച്ച് വേസ്റ്റിൽ നിന്ന് ക്രോച്ചിലേക്ക് സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ച് രണ്ടും ഈ കാണുന്ന രീതിയിലൊന്ന് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരു സൈഡിൽ ആ സ്റ്റിച്ചിമേ 1 ഇഞ്ച് താഴേക്കായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ. ഈ കാണിക്കുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക്, ആ വീനോച്ച് കൊടുത്ത ആ പോർഷനിലേക്ക് നമ്മളൊന്ന് ഇങ്ങനെ ചെരിച്ച് വരച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ലൈനിൽ കൂടി നമ്മൾ കട്ട് ചെയ്യാൻ കേട്ടോ. ആ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനത് കറക്റ്റായിട്ട് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തോട്ടെ, എന്നിട്ട് ഞാൻ കൃത്യമായിട്ടിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിച്ചത്. അപ്പോൾ മനസ്സിലാവും. നമുക്ക് ഫ്രണ്ട് പോർഷൻ ഒന്ന് താഴേക്ക് ഇറങ്ങി നിൽക്കണം, ബാക്ക് ഒരു ഇച്ചിരി മേലേക്ക് നിൽക്കും വേണം. സിഗരറ്റ് പാൻറ്റ് തയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം അതാണ്. കണ്ടോ, ഈ കാണുന്ന രീതിയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള കട്ടിങ്ങാണ് നമ്മൾ ചെയ്തത്. ക്രോച്ചിൻ്റെ തൊട്ട് മേലെ വരുന്ന പോർഷൻ, ഫ്രണ്ട് പോർഷനാണ് ലെങ്ത്ത് കുറവായിട്ട് വന്നിരിക്കുന്നത്, ബാക്കാണ് കൂടി നിൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ വരുന്ന ആ പോർഷനിൽ നമ്മളിതാ ബാൻഡ് വെച്ചെടുക്കുകയാണ്. അപ്പോൾ ബാൻഡ് നമ്മളിത് ഈ കാണിക്കുന്ന രീതിയിൽ ഒന്നവിടെ 4 ഇഞ്ചിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ശേഷം ഒരു 4 ഇഞ്ചിലും കൂടി സ്റ്റിച്ച് ചെയ്യും. അതായത് 1/2 ഇഞ്ചിലാണല്ലോ നമ്മളവിടെ സീം അലവൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 1/2 ഇഞ്ചും നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാറുണ്ടോ. ഇതിപ്പോൾ നമുക്കവിടെ ആവശ്യമായൊരു പീസ് നമ്മളവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒറ്റ പീസിൽ ബാൻഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരു പീസ് ഒന്ന് അവിടെ വെച്ച് കൊടുത്ത് അതിനൊന്ന് പ്രസ് ചെയ്ത് അടിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എലാസ്റ്റിക് കയറ്റി കൊടുക്കുമ്പോൾ അവിടെ ഒരു തടസ്സമായിട്ട് തോന്നും. അപ്പോൾ അതിന് ശേഷം ആ ഒരു ലൈൻ നമ്മൾ ഫിനിഷ് ചെയ്യാണ്.
ആ പീസിനെ 1/2 ഇഞ്ചിൽ അടിച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ മറിച്ചിട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത്. എന്തും ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത് വളരെ ഭംഗിയായിട്ട് കിട്ടാനായിട്ട് ഉപകരിക്കും കേട്ടോ. ശേഷം എന്താ ആ പീസിനെ നമുക്കൊന്ന് അവിടെ വെച്ച് ഉറപ്പിക്കണമല്ലോ. അപ്പോൾ അതിനതാ ഞാൻ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അത് 2 പീസായിട്ടാണ്. അതിൻ്റെ സെൻറ്ററിൽ കണ്ടോ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് അങ്ങനെ തന്നെ നിർത്തിയിട്ട് നിങ്ങളിതാ ഇത് ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഗ്യാപ്പ് അവിടെ നിർത്തിയേക്കുന്നത് എന്തിനാണ്? എലാസ്റ്റിക് ഇടണമല്ലോ. അപ്പോൾ നമുക്ക് എലാസ്റ്റിക് ഇടാനായിട്ട് എളുപ്പമായിരിക്കും. 38 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാൻ ആ വേസ്റ്റിനുള്ള എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ കൂടെയാണ് ഞാൻ എലാസ്റ്റിക് കയറ്റി കൊടുക്കുന്നത്. അതാ ഈ കാണിക്കുന്ന രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ പക്ഷേ അങ്ങനെയല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നും. അപ്പോൾ ഇനി കാണിക്കുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു സ്റ്റിച്ചല്ല, ഒരു 3-4 സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ അധികം കട്ടി തോന്നാത്ത രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ശേഷം അതിനൊന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി ഇവിടെ ഒന്ന് നമ്മൾ അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൂചി ഒന്ന് കുത്തി വെച്ച് പ്രഷർ ഫുട്ടൊന്ന് അവിടെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം പയ്യെ നമ്മളൊന്ന് കുറച്ച് പോർഷനായിട്ട് വലിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. എലാസ്റ്റിക്കിനെ വലിച്ചു കൊടുത്തിട്ട് പയ്യെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫിനിഷിങ് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.